ക്വസ്റ്റ്യൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മാഡം എനിക്ക് ഹൈറ്റ് പേടിയാണ്, ഇത് മാറ്റാൻ പറ്റുമോ? അത് അവരുടെ ഡിഗ്രി ഓഫ് പേടി എത്ര ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും. ചില ആളുകൾക്കൊക്കെ ചിലപ്പം നമ്മൾ തെറാപ്പീസും ഡിഫറെൻ്റ് ആണ്. അതായത് നല്ലൊരു പേടിയാണ്, ഹൈറ്റിലേക്ക് പോകാനേ പറ്റൂല, ഇമാജിൻ ചെയ്യാനേ പറ്റൂല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഫോബിയ എന്നാണ് പറയുക. ഓക്കെ, ഹൈറ്റിനോടുള്ള ഫോബിയ, ഇരുട്ടിനോടുള്ള ഫോബിയ, ക്ലോസ്ഡ് സ്പേസസിനോടുള്ള ഫോബിയ, ഇതൊക്കെ ആൻസൈറ്റി സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ്. അപ്പം ഇങ്ങനെ നന്നായിട്ട് പേടി ഉണ്ടെങ്കിലും നമ്മൾ തെറാപ്പിയൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ആദ്യം ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ഒരു ഹൈറ്റിലേക്കൊക്കെ നിർത്തി ആദ്യം ഇമാജിനേഷനിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയറായിട്ട് നമ്മൾ ആ പേടീനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റും. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന തെറാപ്പിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ബ്ലഡ് പേടിയുള്ള ഒരാൾക്കാണെങ്കിൽ ആദ്യം ബ്ലഡിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കും. പിന്നെ കുറച്ചും കൂടെ ഭയങ്കര ആക്സിഡൻ്റ് ഒക്കെ ആയി കിടക്കുന്ന ചിതറി കിടക്കുന്ന ബ്ലഡിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ കുറേ നേരം ഫോക്കസ് ചെയ്യിപ്പിക്കും ക്ലൈൻറ്റിനെ കൊണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കരുത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പല ടെക്നിക്കും റിലാക്സേഷൻ മെത്തേഡും ഒക്കെ ചെയ്തിട്ടാണ് ഈ ചെയ്യിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് രക്തം കണ്ടുകഴിഞ്ഞാൽ അപ്പം ബോധം കെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ നീഡിൽ കാണിച്ചു കൊടുക്കും. മെല്ലെ മെല്ലെ ശരിക്കുള്ള ഒരു രക്തം നമ്മൾ വെറുതെ ഒരു സ്റ്റെറൈൽ നീഡിലുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് സ്വന്തം രക്തം കാണിച്ചു കൊടുക്കും. അങ്ങനെ മെല്ലെ 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 ഗ്രാജുവലി പടിപടിയായി അതിനെ ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ ഫോബിയാസിന് പലതരം തെറാപ്പീസും ഉണ്ട്. അതിലൊന്നാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അപ്പോൾ ഈ ബ്ലഡ് കണ്ടാൽ പേടിക്കുന്നതൊക്കെ സൈക്കോളജിക്കലി വരുന്ന ഒരു ഡിസോർഡർ ആണ്. നമുക്ക് തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അല്ലാതെ സിമ്പിൾ ആയിട്ട് ഞാൻ രക്തം കണ്ട് മറിഞ്ഞു വീണു എന്ന് പറയുന്നൊരു വേണ്ട. അങ്ങനെ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. എനിക്ക് ഹൈറ്റ് പേടിയാണ്, എനിക്ക് പാലം കേടാൻ പേടിയാണ്, എനിക്ക് ഫ്ലൈറ്റിൽ പോകാൻ പേടിയായിട്ട് ബസ്സിലും ട്രെയിനിലും മാത്രം സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ തെറാപ്പി ചെയ്ത് എന്താണ് ആ പേടി, അതിൻ്റെ റേഷണൽ എന്താണ്, ലോജിക്ക് എന്താണെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരു ഇല്ലോജിക്കാലിറ്റി അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. ആ പേടിനെയൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ അറിവാണ് അല്ലേ? അപ്പൊ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക് കുറേ പേർക്കൊന്നും അറിയാത്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ കരിക്കുലത്തിലൊന്നും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാത്തിനെ പറ്റിയും പഠിക്കുന്നുണ്ട് അല്ലേ? കേരളത്തിലെ ബോഡീനെ പറ്റിയിട്ട് മൊത്തം പഠിക്കുന്നുണ്ട്. പക്ഷെ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ അത്ര ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ പോസ്റ്റ് ട്രോമ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമല്ലോ, അത് ശരിയാണോ? പോസ്റ്റ് ട്രോമ എഫക്ട് എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതൊരു ട്രോമറ്റൈസ്ഡ് ആവും. പണ്ടുള്ളവർ പറയും. ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് സൈക്കോളജി പഠിക്കാൻ പോകാന്ന് പറഞ്ഞപ്പം അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു മൂത്തമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ ഉമ്മേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പഠിച്ച് അയാളുടെ പോലെ ഭ്രാന്താവണ്ട നിൻ്റെ മോക്കുന്നു. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ പോകുമ്പം നമുക്ക് ലാസ്റ്റ് വട്ടാവും എന്നുള്ളൊരു സാധനം സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണത്. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കുറേ കേസ് കണ്ടുകൊണ്ട് നമുക്ക് ഇതൊക്കെ കേട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റിയും നമുക്കൊരു വിവരവും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ചിലപ്പം പെരുമാറുന്ന രീതി വേറെ ആയിരിക്കാം എന്നല്ലാതെ അങ്ങനെ കണ്ടതുകൊണ്ട് ഈ ഷെയർഡ് സൈക്കോസിസ് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്കൊരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുക ആളുകൾക്ക് കേൾക്കുമ്പോൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട് അത്. അതെ, നമ്മളിപ്പം കേസസ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ കുറേ നമ്മൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യും. ഇത് എനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇത് എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ ഒരു ഇമോഷൻസ് ഓവർവെൽം ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലാതെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും കാണാം. എല്ലാ അസുഖവും നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ പ്രാക്ടിക്കലി ഇതല്ല ശരിക്കുള്ള ഡിപ്രഷൻ, ഇതാണല്ലേ ഡുവൽ പേഴ്സണാലിറ്റി, അല്ലാണ്ട് എൻ്റെ മമ്മി രാവിലെ ചൂടാവുന്നു ഉച്ചക്ക് ചിരിക്കുന്നു അതല്ലല്ലേ എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുക നമ്മൾ പ്രാക്ടിക്കലി കേസ് കണ്ടു കഴിഞ്ഞാലാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് എപ്പോഴും മരിക്കണം എന്ന് തോന്നും, അതിനുള്ള ധൈര്യം വരുന്നില്ല, എന്താണ് ഇങ്ങനെ? ഇതിൽ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് മരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ എക്സിസ്റ്റൻഷ്യൽ തിയറീസ് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അതിനൊരു ഉത്തരം വേണം നമ്മുടെ കയ്യിൽ. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ, എന്താണ് തൻ്റെ ജീവിതത്തിലെ ഗോൾ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഈ ഇട്ട ആയുസ് വരെ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇപ്പം മരിക്കാൻ റെഡിയായ ഒരാളെന്ന് പറഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
പറ്റുമോ? അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും പേടിയുണ്ടാവില്ല. ആൾക്കാരുടെ കമൻസുകൾ, നെഗറ്റീവ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽസുകൾ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേട്, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് നടത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതെ, ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് മനസ്സിലാവില്ല ആൾക്ക് എന്താ പ്രോപ്പർ ഇഷ്യൂ എന്നുള്ളത്. ചിലപ്പോൾ ഇത് OCD ഉള്ള ആളുകൾക്കും ഇങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പം ഈ ഹൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ചാടാൻ തോന്നുന്ന ഒരു ടെൻഡൻസി വരും അവർക്ക്. അതേപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടൊന്ന് മുറിച്ച് നോക്കിയാലോ എന്നൊക്കെ തോന്നുക. അല്ലെങ്കിൽ ഈ ഒരു ഡെത്തിലേക്കുള്ള ഒരു പാത്ത് ചിലപ്പോൾ ഈ OCD ഉള്ള ആളുകൾക്കും ഇങ്ങനത്തെ തോട്ട്സ് വരാറുണ്ട്, അഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് വരാറുണ്ട്. അത് മാത്രമല്ല, അത് ക്ലീനിങ് OCD. അപ്പോൾ അതായത് ഈ ഫ്രൂട്ട്സിൽ ആപ്പിൾ ഫേമസ് ആണെന്ന് പറഞ്ഞ പോലെ OCD ഫേമസ് ക്ലീനിങ് OCD മാത്രമാണ്. ഹോർഡിങ് OCD ഉണ്ട്. അതായത് വേണ്ടാത്ത സാധനങ്ങൾ അലമാരയിൽ എടുത്തു വെച്ചുകൊണ്ടേ ഇരിക്കുക, പിന്നീട് യൂസ് വരും എന്ന് വിചാരിച്ച് അതിനെ കളയൂല. അങ്ങനത്തെ ഒക്കെ കുറേ OCDs ഉണ്ട്. OCD ഉണ്ട്. അതായത് നമ്മളെടുത്ത് ഇപ്പം എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സോ അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വേറെ ആരെങ്കിലും അത് വെച്ച് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉപദ്രവിക്കുകയോ, അങ്ങനെ പിന്നെ അഗ്രസീവായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോവോ, തെറിവാക്കുകളൊക്കെ പറഞ്ഞു പോവോ, ഇങ്ങനെയുള്ള കുറേ ടൈപ്സ് ഓഫ് OCD ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജനറലൈസ് ചെയ്യുന്നപ്പോൾ ഒരാൾക്ക് കുറച്ച് വൃത്തിയൊക്കെ കൂടുന്നതാണ് കണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് OCD ആണെന്നൊക്കെ പറയും. പക്ഷെ OCD അനുഭവിക്കുന്ന ഒരാൾക്കും അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും.